സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പണ്ട് പണ്ട് ഒരു നാട്ടിൽ ഒരു സുന്ദരി വാവ ജനിച്ചു. ആ സുന്ദരി വാവയ്ക്ക് കുറേ പേര് നോക്കി വെച്ചു. അവസാനം ആ വാവയ്ക്ക് അനുശ്രീ എന്ന് പേര് ഇട്ടു. വരൂ കൂട്ടുകാരെ, നമുക്ക് അനുശ്രീൻ്റെ കുഞ്ഞി വാവ ഫോട്ടോസ് കാണാം. അങ്ങനെ അനു വലുതായി, അനു വലിയൊരു പാട്ടുകാരിയായി. നമുക്കൊരു പാട്ട് കേട്ടാലോ? ರಂಗೋಲಿ ಬೆಳಗಿದವು, ತಿಂಗಳು ಮುಳಗಿದವು, ರಂಗೋಲಿ ಬೆಳಗಿದವು, ತಾಯಿ ಚಾಮುಂಡಿಯ ಪೂಜೆಗೆಂದು ಬಾಳೆ ಬಾಗಿದವು, ನಮ್ಮ ತಾಯಿ ಚಾಮುಂಡಿಯ ಪೂಜೆಗೆಂದು ಬಾಳೆ ಬಾಗಿದವು, ಮೈಕಾತಿ ಚಾಮುಂಡಿ ಮಂಡೇಲಿ ಒದರೀರಿ, ಮೈಕಾತಿ ಚಾಮುಂಡಿ ಮಂಡೇಲಿ ಒದರೀರಿ. അയ്യോ ശ്രുതി ചേച്ചി, ഇതിപ്പോ തരും, സാരില്ല കേട്ടോ. പാട്ടില് മാത്രല്ല കേട്ടോ, ഡാൻസിലും പുലിയ നമ്മളെ അണു. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, നേരത്തെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പൊ കാണിച്ചത് കൃഷ്ണന്റെ കൂട്ടുകാരനാ. നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. देखो उड़ी उड़ी जाए, कहने को तो खेल है ये तेरा मेरा साझा, पर मेरा दिल है पतंग और तेरी नजर मांझा, मांझे से लिपटी ये पतंग जुड़ी जुड़ी जाए, उड़ी उड़ी जाए, उड़ी उड़ी जाए, दिल की पतंग देखो उड़ी उड़ी जाए. അയ്യോ പാവം ചേറി. സ്കൂളിൽ
കുന്നു ക്യാറി റെയിൽ വണ്ടി വന്നു നിന്നാലും പെട്ടിപ്പുള്ള പൂത്ത ക്യാഷ് കെട്ടിയെടുത്ത് വട്ട് കേസ് തമ്പുരാട്ടി വന്നിറങ്ങിയാലും നിങ്ങളെന്താ വിചാരിച്ച കൂട്ടുകാരെ, അഞ്ചേച്ചിക്ക് പാട്ടും ഡാൻസും മാത്രം അറിയുന്നോ? വരൂ, നമുക്ക് അഞ്ചേച്ചിന്റെ മറ്റൊരു മുഖം കാണാം. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേസ് കളിക്കുന്ന കുഞ്ഞിപ്പുഴ പാടുവോ? തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, അങ്ങനെ കുറെ പ്രാവശ്യം പാടൂ. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കുന്ന കുറെ നേരായി കുഞ്ഞിപ്പുഴു. ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കളിക്കാറില്ല. അങ്ങനെ പറഞ്ഞു ആ തള്ള. ചികപ്പെണ്ണേ വേളിപ്പെണ്ണേ ചന്ദ്രി, ഇതിനകത്ത് ഗോപിപ്പിള്ള ഉണ്ടാടി. ഗോപിപ്പിള്ള എടി, നമ്മൾ കടയിൽ ചെന്നിട്ട് പൈസ ഇല്ലാത്തപ്പോഴേ നമ്മൾ ഫോൺ എടുത്ത് ചന്ദ്രല്ല ഇങ്ങനെ ആക്കിയിട്ട് നീ പൈസ അയക്കുമല്ലോ. എന്നെയാണ് ഗോപിപ്പിള്ളയല്ല, ഗൂഗിൾ പേ. അങ്ങനെ ആക്കിയ അല്ല, ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ്? ഇന്ത്യ കണ്ടുപിടിച്ച എന്റെ ഉപ്പ മമ്മദാജി നരിക്കുനിയിലെ. ഹലോ, എന്നിട്ട് ഉപ്പ എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ എത്ര വലിയ വലിയ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പ ഒരക്ഷരം മിണ്ടൂല. അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനാണ് ഇഞ്ച ഉപ്പ. വല്ലാത്തൊരു വിവരം തന്നെയാണ് പത്തു എനിക്ക്. നിനക്ക് അവളെ ശരിക്കും വേണോ? എനിക്ക് അവളെ വേണ്ട വേണ്ട വേണ്ട. എടി ചൂല്, അവന് നിന്നെ വേണ്ടോന്ന് നീ കേട്ടല്ലോ. ഈ പേരും പറഞ്ഞ് ഇനി അവന്റെ പുറകെ നടത്തങ്ങനെ ശല്യപ്പെടുത്തിയാണ്ടല്ലോ വെട്ടി എറിഞ്ഞ് പാട്ടുകൾ കൊടുക്കും. കേട്ടോ? ആര് പറഞ്ഞു മ്യാവൂ? ആര് പറഞ്ഞു മ്യാവൂ? ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. എന്താ? ഞാൻ പിണങ്ങി. എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ഇനി നമുക്ക് അനുന്റെ കൊച്ചു ലോകത്തിലെ ആൾക്കാർ കാണാം. അച്ഛാ, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy.
എന്താണ് പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഈ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന കുട്ടിയുടെ കൊണ്ട് തോറ്റു. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. ഈ സിനിമയുടെ വോയിസ് ഓവർ ഒക്കെ ചെയ്തത് ഞാനാട്ടോ, പൃഥ്വിക്കുട്ടി. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം.